ഹായ് കൂട്ടുകാരെ, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്കൊരു യാത്രയായാലോ? ചാലക്കുടിയിൽ നിന്ന് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലൊക്കെ കഴിഞ്ഞ് അത് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യമായി വർക്ക് ചെയ്ത സ്ഥാപനം കൂടിയാണത്. അങ്ങനെ പച്ചപ്പും ഹരിതാഭ ഭംഗിയുമെല്ലാം ആസ്വദിച്ചുള്ള യാത്ര. തേയിലത്തോട്ടങ്ങളും മഞ്ഞും മലനിരപ്പുകളുടെയും അടുത്തേക്ക്, അത് മൂന്നാർ പറക്കാട്ട് റിസോർട്ടിലാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അങ്ങനെ റൂമിലേക്ക് നമ്മൾ ചെക്ക് ഇൻ ചെയ്യുകയാണ് ഇപ്പോൾ. വളരെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൂം തന്നെയായിരുന്നു. വളരെ സ്പേഷ്യസും ലക്ഷറീസ് ആയിട്ടുള്ള റൂംസ് ആയിരുന്നു. എല്ലാവിധ ഫെസിലിറ്റീസും കൂടി ഉള്ളതായിരുന്നു. അതുപോലെ തന്നെ റൂമിൽ നിന്ന് പുറത്തേക്കുള്ള വ്യൂ ആണെങ്കിലും നല്ല പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്നിട്ടുള്ള റൂം വ്യൂ തന്നെയായിരുന്നു ഇത്. അങ്ങനെ റൂമിൻ്റെ എല്ലാ ഫെസിലിറ്റീസും ഉള്ളതായിരുന്നു. അങ്ങനെ നമ്മൾ ലഞ്ചും എല്ലാം കഴിച്ചു റെസ്റ്റ് എടുത്ത് നമ്മൾ ജീപ്പ് ട്രക്കിങ് തുടങ്ങി. റിസോർട്ടിൽ നിന്ന് പുറത്തുള്ള ഭംഗി ആസ്വദിക്കാനായിട്ട് ഇറങ്ങി. ആദ്യമായി കണ്ടത് കേവ് റൂംസ് ആയിരുന്നു. കേവ് റൂംസ് വളരെ മനോഹരമായിട്ടുള്ള കേവ് റൂംസ് ആയിരുന്നു. പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്നിട്ടുള്ള റൂംസ് ആയിരുന്നു. അതുപോലെ തന്നെ പെറ്റ് ബേർഡ്സിനെ നമ്മൾ കണ്ടു. അതുപോലെ കുറേ അഡ്വഞ്ചേഴ്സ് ആയിട്ടുള്ള ആക്ടിവിറ്റീസും കൂടി ഉണ്ടായിരുന്നു. എല്ലാം തന്നെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കി. അങ്ങനെ എവിടെ നോക്കിയാൽ ബ്യൂട്ടിഫുൾ സ്പോട്ടുകളായിരുന്നു അവിടെ ഫോട്ടോസിന് വേണ്ടിയിട്ട്. നമ്മളെല്ലാവിടെയും തന്നെ ഫോട്ടോസ് എടുത്തു. അതുപോലെ തന്നെ റോപ്പ് സൈക്ലിംഗ് ഉണ്ടായിരുന്നു. ആദ്യമെല്ലാം ചെറിയ ഭയം തോന്നിയെങ്കിലും ഞാൻ ധൈര്യപൂർവ്വം തന്നെ ട്രൈ ചെയ്തു. അതുപോലെ കേവ് റൂമിൻ്റെ സ്പെഷ്യാലിറ്റി പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു. കാരണം അത് വളരെ ഒരു അനുഭൂതി തന്നെയായിരുന്നു. അവിടെ കപ്പിൾസിനാണെങ്കിലും ഫാമിലിക്കാണെങ്കിലും പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്നുള്ള രീതിയിലുള്ള ഒരു അനുഭൂതി തന്നെയായിരുന്നു അവിടെ. അതുപോലെ സ്വിമ്മിങ്ങും ക്യാമ്പ് ഫയറും എല്ലാം ആയിട്ട് നമ്മൾ അടിച്ചു പൊളിച്ചു. അങ്ങനെ നല്ലൊരു റിസോർട്ട് വൈബ് തന്നെ നമുക്കവിടെ ആസ്വദിക്കാൻ കഴിഞ്ഞു. അതിനുശേഷം ഡിന്നറെല്ലാം കഴിഞ്ഞ് നമ്മൾ മോർണിംഗ് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. എല്ലാ വെറൈറ്റീസ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് നമുക്കവിടെ ഉണ്ടായിരുന്നു. വെരി ഡെലീഷ്യസ് ആയിരുന്നു. അതുപോലെ തന്നെ അവിടുത്തെ വ്യൂ ആണെങ്കിലും റെസ്റ്റോറൻറ്റിൽ നിന്നുള്ള പുറത്തേക്കുള്ള വ്യൂ ആണെങ്കിലും ടീ എസ്റ്റേറ്റിൻ്റെ മനോഹാരിതയെല്ലാം കാണാനും സാധിച്ചു. അങ്ങനെ കിഡ്സ് പാർക്ക് ഏരിയ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എവിടെ നോക്കിയാലും ഫോട്ടോസ് എടുക്കാൻ പറ്റിയ സ്ഥലം. നമുക്ക് എവിടെ എടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. ഇതിനെല്ലാം ശേഷം അവിടെ ഇൻഡോർ പ്ലേ ഏരിയയും കൂടി ഉണ്ടായിരുന്നു. പിന്നെ അവിടെ പറക്കാട്ടിൻ്റെ മറ്റൊരു സ്പെഷ്യാലിറ്റി ആയിട്ട് പറക്കാട്ടിൻ്റെ ജ്വല്ലറി കളക്ഷൻസും കൂടി നമുക്കവിടെ ആസ്വദിക്കാൻ പറ്റും. ഇതെല്ലാം ശേഷം നമ്മൾ അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്തു. അങ്ങനെ ഇത്രയുള്ള വീഡിയോ കൂട്ടുകാരെ, പുതിയ വീഡിയോയുമായി പിന്നെ കാണാം.